ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നിതാ അവധിയൊക്കെ കിട്ടിയപ്പം സൂര്യൻ ഇങ്ങ് പുറത്തേക്ക് വന്നേക്കുവാണ്. പിള്ളേർ വേണമെങ്കിൽ കളിച്ചോട്ടെ പുറത്ത് എന്നും പറഞ്ഞാണെന്ന് തോന്നണം. നല്ല പോലെ ഉദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷം തോന്നി. ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനോ ഒക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു കാലാവസ്ഥ തന്നെ തന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ നല്ല സുഖമുണ്ട്. അപ്പം ഞാൻ ജൂഡ്സൺ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്നും പുറത്തോട്ട് ഇറങ്ങിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞാൻ. ഇന്നെന്തോ ഭയങ്കര വിശപ്പ് തോന്നി. എന്നാൽ വേഗം കഴിച്ചേക്കാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്ന ആ ഒരു സമയമായതുകൊണ്ടാവാം നേരത്തെ വിശന്നു. അപ്പോൾ കഴിച്ചു. അപ്പവും മുട്ടക്കറിയായിരുന്നു. കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ചെടികളെയൊക്കെ ഒന്ന് കണ്ടു വന്നപ്പോഴാണ് നമ്മുടെ ഈ ഫേൺ ഷെയ്ഡിലായിരുന്നു, സൺഷെയ്ഡിൻ്റെ താഴെയായിരുന്നു ഞാൻ ഒരു സ്റ്റാൻഡിൽ തൂക്കിയിട്ടിരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നപ്പോഴേക്കും താഴെ വച്ചിരുന്ന ആ ഒരു തൈ വാടി നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മഴ കിട്ടുന്ന രീതിയിൽ, വെള്ളം വീഴുന്ന രീതിയിൽ മാവുമേലേക്ക് തൂക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയൊരു ചരടുണ്ടായിരുന്നു. അപ്പോൾ അത് കെട്ടിയിട്ട് ആ ഹോളിൽ കെട്ടിയിട്ട് ഞാൻ ആ മാവിൽ അങ്ങനെ തൂക്കിയിട്ടു. പിന്നെ നമ്മുടെ ചെടികളെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പൂക്കളൊക്കെ വളരെ കുറവാണ് കേട്ടോ. 1-2 പൂക്കളൊക്കെ ഉള്ളൂ. പിന്നെ കളഞ്ഞ സാധനങ്ങളൊക്കെ മണ്ണിട്ടപ്പോഴേക്കും, ചട്ടിയിലേക്ക് മണ്ണ് നിറച്ചപ്പോഴേക്കും വീണ്ടും പിടിച്ച് വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് മാങ്ങാഞ്ചി പോലത്തെ ഒരു പൂവുണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ജിഞ്ചർ കലാത്തിയാന്ന് തോന്നണം. അപ്പോൾ അത് ഞാൻ മുറ്റം നിറയെ വന്നിട്ട് ഞാനത് കളഞ്ഞതായിരുന്നു. അത് പിന്നെയും പിടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഡാൻസിങ് ലേഡിയുടെ വലിയ 2 പൂവുണ്ടാകുന്ന തണ്ട് 2 വലുതാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഈ ഒണ്ടാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചാടുമ്പോഴേ അത് ഒടിഞ്ഞു പോകാൻ പോണ പോലെ ഒന്ന് വളഞ്ഞാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് കെട്ടിക്കൊടുത്തതാണ്. അതിൻ്റെ നടുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് അതിങ്ങനെ കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി അത് ഒടിഞ്ഞു പോകില്ല. പിന്നെ നമ്മുടെ ഈ ബട്ടൺ റോസ്, അതിൽ വീണ്ടും വീണ്ടും മുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ബട്ടൺ റോസ് കാണുമ്പോൾ ഇനിയും റോസ് വാങ്ങിച്ച് പിടിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നുണ്ട്. പിന്നെ ഈ വൈറ്റ് റോസ് വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി. അതിലിങ്ങനെ വല്ലപ്പോഴേ പൂവുണ്ടാവാറുള്ളൂ. ഇപ്പോൾ വെയിൽ കുറഞ്ഞപ്പോൾ ഒട്ടും തന്നെ ഉണ്ടാവാറില്ലെന്ന് പറയാം. അപ്പോൾ അതിലും പിന്നെയും 1-2 മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം. പിന്നെ ഞാൻ നേരെ ടെറസിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ടെറസിൽ പോയിട്ട് എനിക്ക് തോന്നണം ഒരു 5-6 ദിവസമൊന്നും അല്ല, ഒരു 1-2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവും. വെറുതെ ഒരു പ്രാവശ്യം വെള്ളം ഉണ്ടാകാൻ നോക്കാനായിട്ട് കയറി ഇറങ്ങിയതല്ലാതെ ഞാനൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടീനിയത്തിൻ്റെ ചട്ടിയിൽ നിന്നൊക്കെ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ് കുറച്ച് നേരം ആകാശവും വെയിലൊക്കെ നോക്കി നിന്ന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. സൂര്യനെ നോക്കി അങ്ങനെ നിന്നപ്പോൾ ഈ നീല ആകാശം കണ്ടിട്ട് തന്നെ കുറച്ചധികം ദിവസങ്ങളായല്ലേ. അതൊക്കെ കണ്ടൊന്ന് മനസ്സൊക്കെ കുളിർത്തൊന്ന് ഇറങ്ങിയപ്പോൾ വേപ്പിലയും കൂടി പറിച്ചിട്ട് അകത്തോട്ട് കയറാമെന്ന് കരുതി. അങ്ങനെ ബൊഗൻവില്ലയുടെ കൂടെ ഒരു വേപ്പിൻ്റെ തൈ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 തണ്ട് ഒടിച്ചെടുത്ത് ഞാൻ അകത്തോട്ട് കയറുകയാണേ.